കൊച്ചിയിലെ തിരക്കേറിയ വഴികളിൽ ഒരു മഴയുള്ള വൈകുന്നേരം. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ബസ് സ്റ്റോപ്പിനരികിൽ നിന്നു മഴയിൽ നനഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ പേര് നിവേദിത. കയ്യിലുണ്ടായിരുന്ന കുട കാറ്റിൽ പറന്നുപോയിരുന്നു. അവൾ അസഹായയായി ചുറ്റും നോക്കുമ്പോൾ ഒരാൾ അടുത്തേക്ക് നടന്നുവന്നു. കൃഷ്ണ. അവന്റെ കയ്യിലൊരു വലിയ കുട. "നിനക്കൊറ്റയ്ക്ക് നനയാൻ ഇഷ്ടമാണോ, അല്ലെങ്കിൽ പങ്കിടാമോ?" അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിവേദിത ഒരു നിമിഷം മടിച്ചു. പിന്നെ അവന്റെ കൂടെ കുടക്കീഴിൽ നിന്നു. ആ ചെറിയ നിമിഷം അവരുടെ കഥയുടെ തുടക്കമായി. അടുത്ത ദിവസങ്ങളിൽ അവർ വീണ്ടും അതേ ബസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടി. മഴയില്ലാത്ത ദിവസങ്ങളിലും അവരൊരുമിച്ചു നിൽക്കും. ചെറിയ സംഭാഷണങ്ങൾ, ചെറിയ ചിരികൾ. അവരുടെ ഇടയിലൊരു ബന്ധം വളർന്നു. "നിന്റെ കൂടെ എവിടെ പോയി?" കൃഷ്ണ ചോദിച്ചു. "അത് നഷ്ടപ്പെട്ടു," നിവേദിത പറഞ്ഞു. "ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ പുതിയ ആളുകളിലേക്ക് കൊണ്ടുപോകും," അവൻ പറഞ്ഞു. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. കാലം കടന്നു. അവരുടെ സൗഹൃദം സ്നേഹമായി മാറി. ഓരോ മഴയും ഓരോ കുടയും അവരുടെ ഓർമ്മകളായി. ഒരു ദിവസം കൃഷ്ണ പറഞ്ഞു, "എനിക്കിവിടെ നിന്ന് പോകേണ്ടി വരും." നിവേദിതയുടെ ഹൃദയം വേദനിച്ചു. "നീ തിരിച്ചു വരുമോ?" അവനൊരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു. "നിനക്ക് വീണ്ടും ഒരു കുട നഷ്ടപ്പെട്ടാൽ ഞാൻ വരും." അവൻ പോയി. ദിവസങ്ങൾ കടന്നു. മഴ വീണ്ടും വന്നു. നിവേദിതയുടെ കയ്യിൽ ഇപ്പോൾ ഒരു പുതിയ കുടയുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത. ഒരു ദിവസം കാറ്റ് ശക്തമായി വീശി. അവളുടെ കുട വീണ്ടും പറന്നുപോയി. അവൾ നിശ്ചലമായി നിന്നു. അപ്പോഴാണൊരു പരിചിത ശബ്ദം. "നിനക്ക് വീണ്ടും സഹായം വേണമെന്ന് തോന്നുന്നു." അവൾ തിരിഞ്ഞു നോക്കി. കൃഷ്ണ. കണ്ണു നിറഞ്ഞവൾ ചിരിച്ചു. "ഇത് യാദൃശ്ചികമാണോ?" അവൻ പറഞ്ഞു. "ഇത് വിധിയാണ്." ആ മഴയിൽ അവർ വീണ്ടും ഒരുമിച്ചു നിന്നു. ഒരു കുടക്കീഴിൽ, ഒരു പ്രണയത്തിൽ. കാരണം ചില നഷ്ടങ്ങൾ നമ്മളെ ശരിയായ ആളിലേക്ക് എത്തിക്കാൻ മാത്രം സംഭവിക്കുന്നു. വർക്കലയുടെ കടൽക്കരയിൽ ഓരോ വൈകുന്നേരവും ഒരാൾ ഇരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കും. അവളുടെ പേര് ആര്യ. ഒരു ചെറിയ നോട്ട്ബുക്കിൽ അവൾ കത്തുകൾ എഴുതും. പക്ഷേ അവയെ ആരും വായിക്കില്ല. അവൾ കത്തുകൾ മടക്കി ചെറിയ കുപ്പികളിൽ വെച്ച് കടലിലേക്കെറിയും. ഒരിക്കൽ ആരെങ്കിലും വായിക്കും, അവൾ സ്വയം പറഞ്ഞുകൊള്ളും. ആ കത്തുകളെല്ലാം ഒരാൾക്കായിരുന്നു, അവളുടെ പഴയ പ്രണയം ആദിത്. ഒരിക്കൽ അവർ ഒരുമിച്ച് ഈ കടൽക്കരയിൽ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ജീവിതം അവരെ വേർതിരിച്ചു. ഒരു ദിവസം അവിടെ ഒരു യുവാവെത്തി, രോഹൻ. അവനൊരു ട്രാവലർ. കടൽക്കരയിൽ നടക്കുമ്പോൾ ഒരു കുപ്പി അവന്റെ കാലിൽ തട്ടി. അതിലൊരു കത്ത്. അവനത് തുറന്നു വായിച്ചു. "നീ എവിടെയായാലും ഞാൻ ഇപ്പോഴും നിന്നെ ഓർക്കുന്നു." രോഹൻ അതിശയിച്ചു. ആരാണിതെഴുതിയത്? അടുത്ത ദിവസം വീണ്ടും ഒരു കത്തവൻ കണ്ടെത്തി. പിന്നെയും പിന്നെയും. ആ കത്തുകളെല്ലാം ഒരേ എഴുത്തി. അവൻ ആ എഴുത്തുകാരിയെ കണ്ടെത്താൻ തീരുമാനിച്ചു. ഒരു വൈകുന്നേരവും അവൻ ആര്യയെ കണ്ടു. അവൾ കടലിലേക്കൊരു കത്തെറിയുകയായിരുന്നു. "നീ തന്നെയാണോ ഇത് എഴുതുന്നത്?" അവൻ ചോദിച്ചു. ആര്യ അല്പം ആശ്ചര്യപ്പെട്ടു. "അതെ, പക്ഷേ അതാരും വായിക്കേണ്ടതല്ല." "ഞാൻ വായിച്ചു," രോഹൻ പറഞ്ഞു. അവൾ നിശബ്ദമായി നിന്നു. "എന്തിനാണ് നീ ഇതെല്ലാം ചെയ്യുന്നത്?" "കാരണം ഞാൻ പറഞ്ഞുകൂടാത്തത് എഴുതുന്നു," അവൾ പറഞ്ഞു. രോഹൻ മൃദുവായി ചിരിച്ചു. "ചിലപ്പോൾ പറയുന്നത് നല്ലതായിരിക്കും." അടുത്ത ദിവസങ്ങളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. രോഹൻ അവളുടെ കഥ കേട്ടു. അവൾ തന്റെ വേദന പങ്കുവച്ചു. "നീ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടോ?" രോഹൻ ചോദിച്ചു. ആര്യ നിശബ്ദമായി. "അതെ, പക്ഷെ അതിനെ ഒരു ഓർമ്മ മാത്രം." കാലം കടന്നു. അവരുടെ സൗഹൃദം വളർന്നു.
രോഹൻ അവൾക്കൊരു പുതിയൊരു ദിശ കാണിച്ചു, ഭൂതകാലത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ. ഒരു ദിവസം ആര്യ ഒരു കത്തെഴുതി. പക്ഷെ ഈ തവണ അത് കടലിലേക്ക് എറിയാതെ രോഹന് നൽകി. ഇത് നിനക്കായി. അവനത് തുറന്നു വായിച്ചു. എനിക്ക് വീണ്ടും സ്നേഹിക്കാൻ ധൈര്യം നൽകിയതിന്